സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട പത്തനംതിട്ടയിൽ നടന്ന ജില്ലാതല യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു പുസ്തകം കൈമാറിയ ഒരു കൊച്ചു മിടുക്കിയാണ് നമ്മുടെ ഉള്ളത്. ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച പുസ്തകം കൂടിയാണ്. അതിനെപ്പറ്റി സേറ തന്നെ പറയായിരിക്കും. മോളുടെ പുസ്തകത്തെപ്പറ്റി ഞാൻ പറയുന്നതൊക്കെ നല്ല മോള് പറയുന്നത് അല്ലേ? സേറ തന്നെ പറഞ്ഞോ. ഞാൻ ആണെങ്കിൽ എൻ്റെ പള്ളിയുടെ കൂടെ ഒരു ട്രിപ്പ് പോയതാണ്. അവിടെ ഞങ്ങൾ ഇടുക്കി ഡാമിൽ കുറേ സാധനങ്ങളൊക്കെ കണ്ടതിനെ പറ്റി ഈ ബുക്ക് ഞാൻ എഴുതി തന്നെ. ഈ ബുക്ക് ഉണ്ടായത് എനിക്ക് ഈ ഡയറി എഴുതുന്ന ശീലമുണ്ട്. അപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് ട്രിപ്പ് പോയിട്ട് വന്നപ്പോൾ ഡയറി എഴുതിക്കൊണ്ടിരിക്കുക. ആ സമയം അച്ഛയ്ക്കും അമ്മയ്ക്കും ഇത് ഫണ്ണി ആയിട്ട് തോന്നും. അതുകൊണ്ട് അച്ഛയും അമ്മയും പറഞ്ഞ് ഇത് നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ എഴുതിയാൽ ഇത് നമുക്കൊരു ബുക്കാക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ എഴുതി. അമ്മ ബുക്കിലെ പടം വരച്ച് അച്ഛൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്തു. ഞാൻ ഈ ബുക്ക് എല്ലാം ഈ എഴുതുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഇത് കുറേ നന്നായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ ഇത് റിലീസ്ഡായത്. അതെ. ഇത് എന്തൊക്കെയാണ് അനുഭവങ്ങൾ? ടൂറിന് പോയുള്ള അനുഭവങ്ങളാണ് എഴുതിയേക്കുന്നത് അല്ലേ? അതെ. എത്ര നമ്മള് പഠിക്കുന്നത്? 3rd സ്റ്റാൻഡേർഡ്. 3ാം ക്ലാസ്സിൽ പഠിക്കുക. സംസാരിക്കുമ്പോൾ പോലെ ചെറിയത്. ഇപ്പൊ എഴുത്തിന് കുഴപ്പമില്ലല്ലേ? എന്താ ആഗ്രഹം? എഴുത്തുകാരിയാകാനാണോ ആഗ്രഹം? അല്ല, IAS ആകാൻ വേണ്ടി അല്ലേ? നമ്മളെ സേറയുടെ പിതാവ് കൂടെ ചേരുന്നുണ്ട്. ഒരു പുസ്തകത്തിന് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത റെക്കോർഡിലേക്ക് എത്തിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇല്ലുസ്ട്രേറ്റഡ് ബുക്ക് റിട്ടൺ ബൈ ആൻ യങ്ങസ്റ്റ് ഓതർ ഓൺ ഹെർ ഓൺ ട്രാവൽ എക്സ്പീരിയൻസ്. ആ ഒരു കാറ്റഗറിയിലാണ് ഈ പുസ്തകം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് കയറിയിരിക്കുന്നത്. ആൾ സ്വന്തമായിട്ട് ഡയറി എഴുതുന്നൊരു ശീലമുണ്ട്. ആ ഡയറിയിലെ ഒരു ഭാഗം വായിച്ചപ്പോൾ നല്ല രസകരമായിട്ട് തോന്നി അവൾ പോയ യാത്രാനുഭവത്തെ പറ്റി. അപ്പം ഞങ്ങളത് പുസ്തകമാക്കിയാലോ എന്നൊരു അഭിപ്രായം ചോദിച്ചപ്പം ആൾക്കും അത് വളരെ താല്പര്യം തോന്നി. അതിന് മുമ്പ് DC ബുക്സിൻ്റെ ഒരു പുസ്തക പ്രദർശന മേള ഞങ്ങൾ കോഴിക്കോട് സന്ദർശിച്ചിരുന്നു. അന്ന് ഈ എഴുത്തുകാരെയൊക്കെ കണ്ടിരുന്നു. അന്ന് മുതലേ ഇങ്ങനെ എഴുത്തിനോട് ചെറിയ താല്പര്യമൊക്കെ കാണിച്ചു തുടങ്ങി. പിന്നെ നന്നായിട്ട് വായിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ബുക്കിനെ പബ്ലിഷ് ചെയ്യാവുന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പോഴാണ് അമ്മ പടങ്ങൾ വരച്ച് സഹായിച്ചത്. അങ്ങനെ അവൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളുടെ ശൈലിയിൽ ഡയറി ഓഫ് എ വിംബി കിഡൊക്കെ പോലെയുള്ള കുട്ടികളുടെ ഇല്ലുസ്ട്രേറ്റഡ് ബുക്കിൻ്റെ അതേ ശൈലിയിൽ തന്നെയാണ് അവൾ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ആ പുസ്തകം കൈമാറിയ സന്തോഷമുണ്ടോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്താ മുഖ്യമന്ത്രിയൊക്കെ കൊടുക്കാൻ പറ്റിയില്ലേ? സ്കൂളിൽ ചെന്ന കാര്യമൊക്കെ പറയുമോ? എന്തായാലും റെക്കോർഡ് ഹോൾഡർ കൂടിയായിരിക്കുന്ന സേറയാണ് നമ്മളോട് ഈ വിശേഷങ്ങൾ പങ്കുവച്ചത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.